ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാന്ന് നോക്കിയേ, ഫോർട്ട് ല പാസ്. അതെ, ഫോർട്ട് ല ടോപ്പ് പാസിലാണ് നമ്മളിരിക്കുന്നത്. അതായത് ശ്രീനഗറിലെ ഹൈവേയിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് ടോപ്പ് പ്ലേസായ ഫോർട്ട് ല ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മുടെ കളികൾ മാറും. നമ്മളിപ്പോൾ എത്രാമത്തെ പാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അത് ബേക്കിൽ നിന്ന് തുടങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് ല ടോപ്പിലാണ്. കുറേ ബേക്കിലോട്ട് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബേക്കിലോട്ടൊക്കെ പോയിട്ട് വാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. സമയം രാവിലെ 9 മണി സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ തന്നെ സമയം വൈകി. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളിപ്പം പാക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ സമയം കുറേ വൈകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയില്ല, എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നേരെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സമയം വൈകും. അപ്പോൾ നമ്മൾ നിന്ന സ്ഥലമാണ്, അതിൻ്റെ ഉള്ളിലത്തെ റൂം, അതിൻ്റെ ഉള്ളിലാണ് നിന്നത് നമ്മൾ. അപ്പോൾ അതാ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധനം പാക്ക് ചെയ്ത് ഇവൻ്റെ പാക്ക് ചെയ്ത് പിന്നെ ഇവൻ്റെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് പാക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നത്. നല്ല അടിപൊളി ഉറക്കമായിരുന്നു, ഒരു സീനും ഇല്ലായിരുന്നു, നല്ല രീതിയിൽ ഉറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് മുൽബക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഫുഡ് അടിക്കണം. കാരണം നമ്മുടെ കയ്യിൽ ഫണ്ടില്ല, ഓൺലി ഗൂഗിൾ പേ, അതിലും കുറച്ച് എമൗണ്ട് ഉള്ളൂ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫുഡ് അടിക്കണം. എന്നിട്ട് നേരെ നമുക്കില്ല പാസിൽ നിന്ന് കവർ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പോകുന്ന ആഴ്ചകളിലേക്ക് പോവാം. ഇതാ അവിടെ നിന്ന് ഇറങ്ങി പൊക്കോണ്ടിരിക്കുക കേട്ടോ. മലകൾ ഇത് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കാൻ തോന്നരുത്. കാരണം ഇത് മാത്രമേ കാണിക്കണം ഞങ്ങൾ പോകുന്ന വഴിക്ക്. ഇത് നിർത്തിയിട്ട് കാണിക്കാനാണെങ്കിലും ഇത് മാത്രമേ ഉള്ളൂ. വേറെ കാഴ്ചകളും കാര്യങ്ങളൊന്നും ഈ റൂട്ടിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോറി ഗായ്സ്, ബോറടിക്കുന്നുണ്ടെന്ന് അറിയാം. കാരണം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് സൈക്കിളിൽ ഇങ്ങനെ വീഡിയോ കാണിച്ചുകൊണ്ട് പോകുന്നേരം ബോറടിക്കായിരിക്കും. ബൈക്കിലും എല്ലാവരും തന്നെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു. എനിക്കാകെ ചെസ്റ്റ് മൗണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കയ്യിൽ പിടിച്ചിട്ട് കോപ്പർ കയ്യിൽ പിടിച്ചിട്ടൊന്നും ഷൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം എൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാ വലത്തെ സൈഡിലെ ബ്രേക്കാണ് ഇടത്തെ സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്കൊരു കൈ കൊണ്ട് പിടിച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല. ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. അവരൊക്കെ അങ്ങെത്തി, നമ്മൾ ചവിട്ടി അങ്ങെത്തണം. നമ്മളിപ്പോൾ ഉള്ളത് മുൽബക്ക് എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ലേജ് ആട്ടോ. അതായത് ലേയിലേക്ക് പോകുന്ന വഴിക്കുള്ള അത്യാവശ്യം കുറച്ച് വലിയ വില്ലേജ് എന്ന് പറയാൻ ഈ മുൽബക്കേ ഉള്ളൂ. മുൽബക്ക് സ്ഥിതി ചെയ്യുന്നത് 2 മലകളുടെ ഇടയിലാട്ടോ. രണ്ടല്ല, അപ്പുറമുണ്ട് മല, ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലും മലകളുണ്ട്. അതിൻ്റെ ഇടക്കാണ് മുൽബക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് മുൽബക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇനി കുറച്ചും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗണും കാര്യങ്ങളൊക്കെ എത്തുള്ളൂ. ഇതെന്താ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം വലുതായിട്ടാണ് പോകുന്നത്. ഫുൾ ആൾക്കാരുണ്ട് അവിടെ. ക്ഷേത്രത്തിൻ്റെ സൈഡായിട്ട് നിന്നിട്ട് ഫോട്ടോയും എല്ലാം കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അവിടെ വലിയ ട്രാഫിക് ആട്ടോ, നല്ല ട്രാഫിക്. ഇതുണ്ടോ ട്രാഫിക് ഉണ്ടോ? ഫുൾ ട്രാഫിക്, ഹെവി ട്രാഫിക്. ഈ ഒരു അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. എന്തൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ട്രാഫിക് അവിടെ. മുൽബക്ക് എത്തി. ഇതാണ് മുൽബക്ക്. ആൾക്കാർ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ബ്ലോക്കാവുന്നതാണ്. ഇത് ചെറിയ റോഡുമാണ്, അതുകൊണ്ടാണ് പ്രശ്നം. കുറച്ച് അത്യാവശ്യം വലിയ റോഡൊക്കെ ആണെങ്കിൽ സീനില്ലായിരുന്നു. ഇത് ചെറിയ റോഡാണ്. ഇവിടെ മൊത്തം അമ്പലങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. ഇതാ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് അമ്പലങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമ്മളപ്പോൾ പോകുന്നതിന് നല്ലോണം വിശന്ന്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു കടയിൽ നോക്കിയപ്പോൾ അവിടെ ഒടുക്കത്തെ റേറ്റ് കണ്ടിട്ട് തന്നെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു എന്നാൽ കുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഒരു റോഡ് സൈഡാട്ടോ, ഇത് റോഡാണ്. റോഡിൽ നമ്മൾ സൈക്കിളൊക്കെ ഇരിക്കുന്നത്. വണ്ടിയൊക്കെ പോകുന്നതാണ് വണ്ടി പോകുന്നുണ്ടോ? അതിന് സൈഡിലായിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിൻ്റെ അകത്ത് 3 മാഗിയും മറ്റേതിൻ്റെ അകത്ത് 3 ഇപ്പിയും കൂടിയിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കുന്ന നോക്കണം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം മേഗിയൊക്കെ ഇട്ടിട്ട് മേഗിയൊക്കെ ഉണ്ടാക്കണം. 2 പേരും ഇവിടെ ഉണ്ട്. ഫോൺ നോക്കി അന്നം വിട്ട കുന്നം വന്ന് നോക്കുകയാണ്. ഇവിടെ വണ്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരും. നമ്മളെങ്ങനെ ഇതാ ഇപ്പി ഉണ്ടാക്കി, അവിടെ മേഗി ഉണ്ടാക്കി, എല്ലാം സെറ്റാണ്. ഇനി ഫുഡ് കഴിച്ചാൽ മാത്രം മതി. ഫുഡ് കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡൊന്നും ഇല്ല. ഉച്ചയായി ശരിക്കും നോക്കിയേ, 11:25. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഒരു 12 മണിക്കേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് ഒരു നംകിൻല ടോപ്പിലേക്ക് ഒരു 2 മണിക്കേക്ക് ഞങ്ങൾക്ക് നംകിൻല ടോപ്പ് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 3, 4, 5, 6, 7, 8 രാത്രി ആവുന്നവരെ ഞങ്ങൾ ഓടിക്കും. മഴയാറ്റം വന്നിങ്ങനെ എവിടെ നിൽക്കും, രാത്രി വരെ ഓടിക്കും. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോകാം. ഞങ്ങൾ ഇതൊന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് സെറ്റാവട്ടെ. നോക്കൂ ഗായ്സ്, ഇതാണ് ലഡാക്ക്. ഫുൾ ഇതുപോലത്തെ മലകളാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും എന്താണ് ലേ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ
ലഡാക്ക് ബോർഡറിൽ എത്തിയപ്പോൾ തുടങ്ങിയതാണ് ഇങ്ങനത്തെ ഒരു സാധനം കാണാൻ. അതുവരെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഫുള്ള് ഇതുപോലത്തെ മലകൾ മാത്രമായി പോയി. വാ അടിപൊളി, അടിപൊളിയല്ലേടാ? നല്ല രസം. മല നോക്കി അവിടെ മഴയുണ്ട് തോന്നുന്നു കേട്ടോ. മഴയുണ്ട്, മഴക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതിലെന്താന്ന് മഴ നിങ്ങൾ വിടും. റൈറ്റ് സൈഡിൽ വലിയ പാറയാണ്. ഇങ്ങനത്തെ മലകൾ തന്നെയാണല്ലോ കാണിക്കാൻ. അതാണ് ഞാൻ കുറേ നേരം വീഡിയോ ഒക്കെ ഓഫാക്കുന്നത്. മഴകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ കാണാൻ രസം ഉണ്ടാവില്ല. ഞങ്ങളിതാ ഇറങ്ങി പോവാണ്. കുറച്ച് കിലോമീറ്ററായി ഇറങ്ങുന്നത്. ഇറക്കമുണ്ട്, കയറ്റമുണ്ട് കേട്ടോ, ചെറിയ കയറ്റം. കയറി പോകുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മൊത്തം പച്ചപ്പാണ്. അത് വില്ലേജിൻ്റെ അടയാളമാണ്. ഇവിടെ ഒരു വില്ലേജ് വന്നിങ്ങനെ അവിടെ പച്ചപ്പായിരിക്കും. അല്ലെങ്കിൽ ഇതാ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ ഫുള്ള് മലകളായിരിക്കും. ബുദ്കാർബു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി 3 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇതാട്ടോ നമ്മൾ കണ്ട ആ വില്ലേജ്. ഫുള്ള് വൈഡായിട്ട് എടുത്തിട്ടുണ്ട്, പച്ചപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളിതാ മാസ്കൊക്കെ ഇട്ടിട്ട് ഫുൾ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുടിഞ്ഞ വെയിലാട്ടോ, അതുകൊണ്ടാണ്. ഇതെനിക്ക് അവിടെ മാത്രമേ കർമ്മയൊക്കെ ബാക്കി മൊത്തം വെയിലാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെ ഉണ്ടാവുമെന്ന്. പൊരിഞ്ഞ വെയിൽ. നമ്മളിതാ ഒരു വില്ലേജിൽ കൂടി കടന്നു പോവാണ്. നല്ല ഇറക്കം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇപ്പം കയറ്റം വരും. കയറ്റം വന്നു ഗൈസ്. ആ കയറ്റം ഞങ്ങൾ കയറി. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഏതൊരു ബുദ്ധമതത്തിൻ്റെ ആളാട്ടോ അത് ആ നിൽക്കുന്നത്. ഏതൊരു ബുദ്ധമതത്തിൻ്റെ ആളാന്ന് ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതാ ബുദ്കാർബു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ബുദ്കാർബു അങ്ങനെ സ്ഥലത്തിൻ്റെ പേര്. NH1 തന്നെയുള്ള സ്ഥലം. NH1 ഏറ്റവും ശ്രീനഗറാന്ന് തോന്നുന്നുണ്ട്. NH1 തന്നെയുള്ള സ്ഥലമാണ്. ഇവിടെ VR ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആകാശമാലാണ് ഇരുണ്ട് കിടക്കുന്നുണ്ട്. നമ്മളിന്ന് ഫോർട്ടുല പാസ് എത്തുമെന്ന് അറിയില്ല. എന്തായാലും മാക്സിമം നമ്മൾ ശ്രമിക്കും. ഫോർട്ടുല പാസ് എത്തുവാണെങ്കിൽ നമ്മളത് ക്രോസ് തന്നെ ചെയ്യും. കാരണം 2:15 സംതിങ് ആയിട്ടേ ഉള്ളൂ. ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു മിലിറ്ററി ക്യാമ്പ് കണ്ടു. അവിടെ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഏതൊരു സാറ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് കിട്ടി. മലയാളീസ് ഉണ്ടായിരുന്നു 5 പേര്. ഫുള്ള് ഞങ്ങൾക്ക് എത്ര ഫുഡാണെന്ന് തോന്നുന്നത് ഞാൻ കാണിച്ചു തരാം. ഇഷ്ടം പോലെ ലോഡ് ഫുഡുണ്ട്. വെയിറ്റ് താങ്ങാൻ പറ്റാതെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വെജിറ്റബിൾ ബിരിയാണി തിന്നു, ചിക്കൻ ബിരിയാണി തീർന്നു വരുന്നു. പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എവിടെയെങ്കിലും സ്റ്റേ അടിക്കാൻ സ്ഥലം കിട്ടണം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതാ ഫോർട്ടുല പാസ് എത്തിയിരിക്കുകയാണ്. ഫോർട്ടുല പാസ് ക്രോസ് ചെയ്യാൻ പോവുകയാണ് നമ്മളിതാ. നോക്കിയേ, ഫോർട്ടുല ടോപ്പ് 13,479 ഫീറ്റ് ആയിട്ടുണ്ട്. ഹയസ്റ്റ് പോയിന്റ് ഓൺ ലേ ശ്രീനഗർ റോഡ്. അതെ, നമ്മളിപ്പോൾ ലേ ശ്രീനഗർ റോഡിലെ ഹയസ്റ്റ് പ്ലേസിലാട്ടോ ഇത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ സ്ഥലമൊക്കെ നോക്കിയേ, അടിപൊളി. ഇത് എന്താ 75 മൗണ്ടൻ പാസസിൻ്റെ ഒരു സംഭവം കേട്ടോ. ഇത് മൊത്തം നമ്മൾ ടിബറ്റൻ ഫ്ലാഗിൻ്റെ സാധനം മൊത്തം നിറഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ നമ്മൾ വന്ന റൂട്ടാട്ടോ അത്. ആ റോട്ടിൽ കൂടിയാണ് നമ്മൾ കഴിഞ്ഞ് മുകളിലേക്ക് വന്നത്. നോക്കിയ ഫോർട്ടുല ടോപ്പ് സെറ്റ്. യെസ് ബോസ്, നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. അടിപൊളി. എൻ്റെ ജീവിതത്തിൽ ഒന്ന് സാച്ച് പാസ്, അതുപോലെ സിന്തൻ ടോപ്പ്, പിന്നെ നമ്മളിവിടെയാണ് കവർ ചെയ്തത്. സിന്തൻ ടോപ്പ് കഴിഞ്ഞിട്ട് സോജില പാസ്, പിന്നെ കമില പാസ് ലാസ്റ്റ് നമ്മൾ കയറിയത്. അത് കഴിഞ്ഞിട്ടാ ഫോർട്ടുല ടോപ്പ്. അതെ, നമ്മൾ എത്തിയിരിക്കുകയാണ്. യെസ്. അപ്പോൾ ഞാൻ താഴത്തെ വീഡിയോ ഒന്നും എടുക്കാതെ ഇരുന്നത് മഴയൊക്കെ ആയിരുന്നു. മഴയത്ത് നമ്മൾ വീഡിയോ എടുക്കാറില്ല, കാരണം എൻ്റെ സ്ക്രീനിൻ്റെ ജസ്റ്റ് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. എങ്ങനെയുണ്ടാ? How is bro? You feel what do you feel? സൂപ്പർ. അതെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതൊന്നും ഒരിക്കലും കാണണമെന്ന് വിചാരിച്ചാണ് നമ്മളത് കണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ലൈഫിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് ആട്ടോ ഇത്. ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിലിറ്ററിക്കാർ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ നേരെ ലേയിലേക്കാണ് പോകാൻ പോകുന്നത്. ലേയിൽ എപ്പോഴത്തൊന്നും അറിയില്ല. ഞാൻ ചിലപ്പോൾ മിക്കതും കട്ട് ചെയ്തിടും, കാരണം ഈ കാണുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഫുൾ ഇത് തന്നെയാണുള്ളത്. അപ്പോൾ അത് കണ്ട് മടക്കണം വിചാരിച്ചിട്ടാണ് ഞാനത് എടുക്കാത്തത്. കുറേ പേര് എന്നോട് പറഞ്ഞു ഇത് തന്നെ കാണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രസമില്ലെന്ന്. അപ്പോൾ ഞാനത് ജസ്റ്റ് നിർത്തുകയാണ്. കാരണം മാക്സിമം ഞാൻ കാണിച്ചിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോവാം.
നമ്മളിതാ സ്റ്റേ ചെയ്തത് ഇവിടെ കേട്ടോ. എനിക്ക് ഡോർമെൻട്രി പോലത്തെ സെറ്റപ്പ് കേട്ടോ. നല്ല അടിപൊളി ഫുഡും കിട്ടി രാവിലെ തന്നെ. ഇന്നലെ രാത്രി 12 മണിക്കാട്ടോ ഇവിടെ എത്തിയത്. നമുക്ക് അടിപൊളി ഫുഡൊക്കെ കിട്ടി. ഇതൊക്കെ റെസ്റ്റ് എടുക്കുക. മോഹൻ തളർന്ന് എന്താ ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഞാൻ പുറത്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കേരള ഹൗസിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നേരത്തെ റൂം കാണിച്ചായിരുന്നു. ഞങ്ങളിവിടെ ഇന്നാണ് എത്തിയത്. എന്താ ഈ കാണുന്ന സ്ഥലം കേട്ടോ. ഇവരെ സ്വന്തമായിട്ട് അതായത് മലയാളി ഫുഡും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് വന്നാൽ മതി. ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ സെറ്റപ്പ് ആക്കി തരും. ഡോർമെൻറ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഡോർമെൻറ്ററിയിലാണ് നമ്മൾ ഇന്ന് നിന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് മല കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ കൂടി കേട്ടോ, ഈ സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡുണ്ട്. ഈ സൈഡിൽ കൂടിയാണ് നമ്മൾ നേരെ കാടുംകുള ടോപ്പിലേക്ക് പോകുന്നത്. ആ കാണുന്ന വഴി കൂടിയാണ് കാടുംകുള ടോപ്പിലേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് 600 രൂപ ഒരു ദിവസത്തേക്കുള്ളൂ ഡോർമെൻട്രിയിൽ ഒരാൾക്ക്. ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് ഫ്രീ ആട്ടോ. എല്ലാ സാധനവും കിട്ടും. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. കേരള ഹൗസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗൂഗിളിൽ കാണാൻ പറ്റും. അതിൻ്റെ അത് കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ അടിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടാം. ഈ ലേയിലേക്ക് ആരെയും വരുന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല കുറേ മലയാളീസ് മൊത്തം ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക. ഇതാണ് ആ സ്ഥലം. ഇനി നമ്മൾ ജസ്റ്റ് താഴേക്ക് പോകണം. രാഹുൽ അവന് സാധനങ്ങളൊക്കെ അയക്കാനുണ്ടായിട്ട് നമ്മളെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ട്. ഇനി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സാധനങ്ങളൊക്കെ അയച്ചിട്ട് അവൻ്റെ വെയിറ്റ് മൊത്തം കുറക്കണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് മുകളിലോട്ട് കയറാൻ. ഇത് നല്ല പണി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരും കേട്ടോ. ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.